കാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, കാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, അങ്ങനെ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ദുരിതങ്ങള്, വിവിധ ഭാരങ്ങള് പോകുന്നവരെ, പ്രഭാഷണത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ, ഈ ധ്യാനം ഓൺലൈനായിട്ട് കൂടുന്നവരെ, വ്യത്യസ്തമായ രാജ്യങ്ങളിലെ, സംസ്ഥാനങ്ങളിലെ, ഓരോ ജില്ലകളിലും ഇപ്പോഴും പ്രാർത്ഥന കൂടുന്നവർ, അവരെ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ബാധ്യതകളാല് പൊറുതി മുട്ടിയവര്, ക്ഷണമെന്ന് അറിയാൻ പറയാത്തവര്, അവിടെ നീ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. വഴി പിഴച്ച ജീവിതമുള്ള ജീവിത പങ്കാളികളെ നീ തിരികെ വിളിക്കണമേ. കേസ് അകപ്പെട്ടിരിക്കുന്നവര്, വിവാഹമോചന കേസുള്ളവര് എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൽക്കാനുള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര് ഒക്കെ നീ സ്പർശിക്കണമേ. അലർജി രോഗികളെ സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. IELTS പോലുള്ള പരീക്ഷകള്, കർത്താവേ, യോഗ്യതാ പരീക്ഷകള്, മത്സര പരീക്ഷകള് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ, അവരെ അങ്ങ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി നേടുന്നവരെ, പലതരത്തിലുള്ള വിഷമതകള്, കർത്താവേ, വിദേശ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങള്, അതിന്റെ തടസ്സങ്ങള്, വിസ തടസ്സങ്ങള്, പാസ്പോർട്ട് തടസ്സങ്ങള്, എംബസി തടസ്സങ്ങള്, എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരക്കളും ഉപരിയായി കർത്താവേ, അങ്ങേ ഗ്രഹിക്കാൻ, അങ്ങേ വിഷയം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ആന്തരികമായ മനസ്താപവും മനസ്സാന്തരവും നൽകണമേ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ, 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 ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഭാഷാപരത്തോടെ, ഭാഷാപരത്തോടെ, ഭാഷാപരത്തോടെ. ഞങ്ങളുടെ പോരായ്മകള്, ഞങ്ങളുടെ ഇല്ലായ്മകള്, ഓരോ മക്കളും ഓരോ തരത്തിലുള്ള വിഷമതകളാല് കുഞ്ഞുങ്ങളെ കുറിച്ച് വേദനിപ്പിക്കുന്നവര്, അവർ പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് വേദനിപ്പിക്കുന്നവര്, ജോലിയില്ലാത്തവര്, പ്രമോഷൻ ലഭിക്കാത്തവര്, പലതരത്തിൽ കേസാക്കപ്പെട്ടിരിക്കുന്നവര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, മോചനത്തെ വക്രത്തിരിക്കുന്നവര്, കടകമ്പോളങ്ങൾ, വ്യവസായ വ്യാപാരങ്ങളെല്ലാം അടങ്ങിപ്പോയവര്, തുറക്കാൻ പറ്റാത്തവര്, കൂട്ടപ്പെട്ടു പോയവര്, വാടക താമസിക്കുന്നവര്, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, പലതരത്തിലുള്ള വിഷമതകളില് ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന ഓരോ മക്കളുടെയും ഓരോ ആവശ്യങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് അമ്മ പ്രത്യക്ഷപ്പെട്ട അത്താറയിൽ നിന്നുകൊണ്ട് അമ്മയിലൂടെ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത്തില് അമ്മ പ്രത്യക്ഷപ്പെട്ട അത്താറയിൽ നിന്നുകൊണ്ട് അമ്മയിലൂടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ കൃപ തോന്നണമേ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ഓരോ മക്കളിലേക്കും മാർഗ രോഗങ്ങള്, വേദികള്, ദുരിതങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് കൈകൾ എൻ കണ്ണുനീ തുടയ്ക്കുന്നതറിയുന്നു സന്തോഷത്തോടെ ആരാധ്യം കൈകൾ
കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ മുഖമിൽ നിറയലിനാഥമേ. കൈകൾ വീശിക്കൊണ്ട് ഈശോ അവരുടെ മക്കളെ നീ അവിടെ കണ്ണുനീര് കർത്താവേ നീ ഏറ്റെടുക്കണമേ കർത്താവേ. അവിടെ വേദനകളെ നീ ഏറ്റെടുക്കണം കർത്താവേ. പാപങ്ങളാണല്ലോ അവൻ ചൊല്ലുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രിയപ്പെട്ടു കർത്താവേ. എല്ലാം ഏറ്റെടുക്കണം ദൈവമേ. ഈ പ്രഭാതത്തിൽ അങ്ങനെ നാമത്തിൽ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടെ കണ്ണുനീര് അവിടെ ഭാരങ്ങള് അങ്ങ് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മധ്യസ്ഥത്തിൽ അവരെ സന്ധിക്കണമേ, സമാധാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ഈശോ തൻ്റെ വലതുകരം പൂപോലെ മൃദുവായും മഞ്ഞുപോലെ വെളുത്തതുമായ അവിടുത്തെ വലതുകരത്താൽ നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണ് നീ ഏറ്റെടുത്തത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. എല്ലാം ഏറ്റെടുക്കുന്ന ദൈവമേ, നിന്നെ ആരാധിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലെ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരിനെ, രോഗത്തെ, ഭാരത്തെ നീ ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ അൾത്താരയിലെ സമയ ഘടികാരം നെഞ്ചി ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ട സ്വർഗം ചുംബിച്ച ഈ വിശുദ്ധ മണ്ണിലെ അമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മധ്യസ്ഥം യാചിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നത്. ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നതും പൊടിതുക്കാൻ വന്നിരിക്കുന്നതുമായ എല്ലാവരുടെയും മേലും അമ്മയുടെ നിലമേലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണീരിൻ്റെ കാലത്ത്
അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിന്റെ പുത്രൻ്റെ മേൽ ഫലമേൽപ്പിക്കണമേ. നിന്റെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആബാ പിതാവേ, ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ വചനത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർത്താവേ നീ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മർക്കോസിൻ്റെ 16:20 അനുസരിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങ് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിയ ഒരു ദിവസമാണ്. ഒരു വലിയ ബോധത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ആവാസവും അഭിഷേകവും ഉണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം സ്വീകരിക്കാനും അത് നിവർത്തിയാക്കാനും സ്വർഗത്തിന്റെ സാക്ഷിയാകാനും എന്നെ ഉപകരണമാക്കണമേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ വെളിച്ചം കാണുന്നു അല്ലേ? അച്ഛനെ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല പൂ പോലെ വെളിച്ചമാണ്. പിന്നെ നിങ്ങൾ കാറ്റ് ഏൽക്കുന്നു. ഈ ചൂടിന് അതൊരു സാന്ത്വനമാണ് അല്ലേ? പിന്നെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ചെറിയ സ്വരത്തിലാണ് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വലിയ സ്വരത്തിൽ അത് കേൾക്കുന്നു. അപ്പം ശബ്ദം, വെളിച്ചം, കാറ്റ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കുന്നു. നമ്മുടെ അനുഭവ രോഗമാണിത്. പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ചാലകശക്തി. എന്താണത്? കറണ്ടാണ്. കറണ്ടില്ലെങ്കിൽ എല്ലാം പോകും അല്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ടെന്ന് പറയണത് പരിശുദ്ധാത്മാവാണ്. എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ട്, ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ തന്നെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കാൻ, സാധാരണഗതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സാധാരണ കാര്യങ്ങളൊക്കെ നൊവേന അതുപോലെ മറ്റു തരത്തിലുള്ള ഒത്തിരി പ്രാർത്ഥനകളില്ലേ നമുക്ക്, അതുകൊണ്ട് നടക്കും. പക്ഷേ അതെല്ലാം ചൊല്ലണ പ്രാർത്ഥനകളാണ് അല്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. പിന്നെന്ത് പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഹെവി ഡ്യൂട്ടി ആകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, വയനാട് നിന്ന്. അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 6 കൊല്ലമായിട്ട് ഇവരുടെ മകൻ, അതിന് 6-7 വയസ്സുണ്ട്. ഈ മകൻ ഒരു പ്രത്യേക രോഗമാണ്. എന്താണ്? പെട്ടെന്ന് തെറിച്ച് പോയി വീഴും താഴെ. പെട്ടെന്ന് തെറിച്ച് പോകും. നിൽക്കണ നിപ്പിൽ ഇങ്ങനെ കറക്റ്റടിക്കണ പോലെ തെറിച്ച് പോയി വീണ് തലയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 3-4 സ്റ്റിച്ചൊക്കെ തലക്കുണ്ടാകും. തലകുത്തിയാണ് വീഴുന്നത്. ഇതൊരു പ്രത്യേക എപ്പിലെപ്സി തന്നെയാണ് സംഭവം. നമ്മൾ പറയുന്ന അപസ്മാരം തന്നെയാണ്. പക്ഷേ വേറൊരു സാധനം പറയും, കറണ്ട് അടിക്കുന്ന പോലെ തെറിച്ച് പോയിട്ട് ആളവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. പക്ഷേ
തലയൊക്കെ പൊട്ടി ചോര ഒലിക്കും. അപ്പോൾ ഇത് ഇവർ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടർ പറയണത് 6 കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ന്യൂറോ സർജന്മാരുടെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജന്മാരുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആശുപത്രിയിൽ ഞാൻ പറയണില്ല, അത് ശരിയല്ലല്ലോ. പക്ഷെ അവർ പറയണം, അത് ഇവരോട് പറഞ്ഞത് ഇതാണ്, സഹോദരി ഇതിൻ്റെ അകത്തുള്ള വിഷയം ഇത്രയേ ഉള്ളൂ, ഇവൻ്റെ ഇ ജി ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇ ജി കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ 17 ടെസ്റ്റുകൾ നടത്തും. ഞാനിപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്കറിയാവോ? ഉടമ്പടി ഹെവി ഡ്യൂട്ടി എടുക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയണത്. അതായത് ഈ 6 വർഷം കൊണ്ട് 17 ടെസ്റ്റ് ഇ ജി എടുക്കും ബ്രെയിൻ്റെ. ഇന്ന് വരെ ഒരു ടെസ്റ്റും ഓക്കെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവസാനം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ നിശ്ചയിക്കുക. അവസാനം ഒരു മാർഗ്ഗം, വേറെ ഒന്നും ഇല്ല, ഓപ്ഷൻ ഇല്ല. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അതേ ഡോക്ടർമാരോട്, അത്തരം സ്പെഷ്യലൈസേഷൻ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഓപ്പറേഷൻ ഓക്കെ, പക്ഷേ കൊച്ചു തളർന്നു പോകാനും സാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിയും ബ്രെയിനല്ലേ വെട്ടിപ്പോളന്ന് നോക്കണത്. അത് അപ്പോൾ ഓപ്പറേഷൻ ഓക്കെ, അതേ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ചിലപ്പോൾ കാഷ്വാലിറ്റി ഉണ്ടാവും, ചിലപ്പോഴത് തളർന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വിഷമവൃത്തത്തിലാകും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു മിറക്കിളിൻ്റെ ഒരു ലിങ്ക് ഇവർക്ക് ഷെയർ ചെയ്യും. അതാണ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അതാണ് ഞാൻ നിങ്ങളോട് പറയത്തില്ലേ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഓൺലൈനിൽ കൂടുന്നവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൂടുമ്പോൾ അതപ്പം തന്നെ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. ആരുമൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. കാര്യം നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുമ്പോഴാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണത്. അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ, വിളിച്ച് കളിയാക്കി വിടുവോ ദൈവം? നിങ്ങൾ അത് അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഈ മണ്ണിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട് 10,000 സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, കുറഞ്ഞ കാലം കൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ മണ്ണിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയരുത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ്, ആൻറ്റി വിളിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അയൽവാസി വിളിച്ചിട്ട് വന്നതാണെന്നല്ല. അങ്ങനെ ഒന്നുമില്ല. അവരൊക്കെ നിമിത്തങ്ങളാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉറപ്പാക്കാം ഈ വിഷയത്തിൽ തീരുമാനമായെന്ന്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും. പക്ഷേ അതല്ല, ദൈവം നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവരെങ്ങനെ ചെയ്തിരിക്കണത്? ഇവർ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ഇവിടെ ഒന്ന് പോയി നോക്കുക. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. കുറേ ആൾക്കാരൊക്കെ ഒത്തിരി പേര് സൗഖ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ വന്ന്, ഓപ്പറേഷൻ നിശ്ചയിച്ച കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാനൊന്നും ഓർക്കണ കൂടിയില്ല എന്തുമാത്രം ആൾക്കാർ ഇതുവരെ വരണതാണ് എല്ലാ ദിവസവും. അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ എമർജൻസി കേസെല്ലാം അന്ന് തന്നെ എടുക്കും, മാറ്റിവെക്കത്തില്ല. പണ്ടത്തെ പോലെയല്ല. എമർജൻസി കേസ് അപ്പം തന്നെ, മുന്നിൽ സമയമില്ലാത്ത എല്ലാ കേസും അച്ഛൻ എടുക്കും. ഒരു 1600 കേസ് ഞാൻ ഈ മാസം എടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 1600 പേരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും അന്ന് തന്നെ കാണും. എമർജൻസി ആയിരിക്കണം, അതിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവർ ധ്യാനം കൂടിയതിന് ശേഷം അന്ന് തന്നെ കണ്ടു. ഞാനെന്താ ചെയ്തത്? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തുള്ളൂ. അവിടെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി, അവരതാ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി കെട്ടിഞ്ഞാന്ന് കിടന്ന്. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത്. അല്ല ഇതിൻ്റെ വേറെ അഭ്യാസങ്ങളൊന്നുമില്ല. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. പിന്നെ അതാണ് റോമ 10:9. ഞാൻ ആ കെട്ടിഞ്ഞാഴ്ന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ല, ഇതൊന്നും ആചാരമല്ല. എല്ലാ ആചാരങ്ങളെ അർത്ഥമാക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഫെയ്ത്ത് പ്രഡിക്ഷൻസ്, ഫെയ്ത്ത് പ്രൊക്ലമേഷൻസാണ്. നിങ്ങളിപ്പോൾ ഒരു ഉപ്പ് കൊണ്ടുപോയി ഞങ്ങൾ വെഞ്ചരിച്ച് തരുന്ന ഉപ്പ്, ഞങ്ങൾ ആ ഒരു ഫോർമുലയാണ് അത് വെഞ്ചരിക്കണത്.
അല്ല പള്ളികളിൽ പായസവും വെള്ളമൊക്കെ വെഞ്ചരിക്കണ പോലെ അല്ല. ഞങ്ങൾ വെഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ചൊല്ലി അതിന് ശേഷം 12 പ്രാർത്ഥനകൾ ചൊല്ലിയാണ് നേർച്ച വസ്തു വെഞ്ചരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യന് ബന്ധിച്ചിട്ടിരിക്കുന്ന യേശുവിൽ നകറ്റിക്കളയുന്ന ഞങ്ങളുടെ രോഗമാണെന്നോ അല്ലെങ്കിൽ പിശാച് ബാധയാണെന്നോ സാമ്പത്തികമായ കടമാണെന്നോ അങ്ങനെയല്ല വിഷയങ്ങളെ എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്നത് യേശുവിൽ നിന്നൊരു വ്യക്തിയെ അകറ്റിക്കളയുന്ന നെഗറ്റീവ് പവേഴ്സ്, പ്രതിലോമ ശക്തികൾ, അതെന്തുവാകാം. ആ മേഖലകളിൽ യേശുവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്താണ്? യേശു, റോമ 10:9 വിശ്വാസം. എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇതിന് ഞങ്ങളെ സാക്ഷികളാക്കണമേ. അതാണ് വിഷയം. ഈ നമ്മൾ റോമ 10:9 കാണുന്ന ആ വചനമാണ് ഇതിൻ്റെ ആണി എന്ന് പറയണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണത്, ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ അത് ആ വചനം ആക്ടിവേറ്റ് ചെയ്യണത് എപ്പോഴാണ്? അതിന് നമ്മൾ സാക്ഷികളാകുമ്പോഴാണ്. അതാണ് ഈശോ പറയണത്, ഇതിന് നിങ്ങളാണല്ലോ സാക്ഷികൾ. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നിനു പറഞ്ഞേ, പാപമോചനത്തിനായുള്ള ജ്ഞാനസ്നാനം അവന്റെ നാമത്തിൽ പ്രഘോഷിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാണ് വിഷയം. ഇതാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പാപമോചനത്തിനായി യേശുവിൻ്റെ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ പുനരുത്ഥാനം, അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. ദൈവം അവൻ്റെ പരിഹാരക്രിയയെ അംഗീകരിച്ചുകൊണ്ട്, ആ പരിഹാരം അംഗീകരിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ഉയർപ്പ് നമുക്ക് അവകാശവും ഓഹരിയുമാകുന്നു. അങ്ങനെയാണ് നമ്മൾ നിത്യമായിട്ട് ജീവിക്കുന്നത്. അതൊന്നിനു വായിച്ചുള്ള ലൂക്കാസ് വിശേഷം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതുകൊണ്ട് ഈ സാക്ഷ്യമാണ് പ്രധാനം, ഇതിന് മർമ്മം. അതായത് നമ്മൾ ഗൺ പോയിന്റിൽ നിർത്തേണ്ട ഒരു വിഷയം, അതായത് മർമ്മം അറിയാതെ നമ്മൾ അഭ്യാസം കാണിച്ചൊരു കാര്യമില്ല. എല്ലാ വിശ്വാസത്തിനും അതിൻ്റെ മർമ്മങ്ങളുണ്ട്. ഒരു മർമ്മം ഇതാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. റോമ 10:9 യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ നാമത്തില് പാപമോചനം ലഭിക്കുന്നു. പാപമോചനം അവന്റെ നാമത്തിൽ ലഭിക്കുന്നു. പിന്നെ എന്താ അതിൻ്റെ അതുകൂടെ വരുന്നത്? ഇവയ്ക്ക് പുനരുത്ഥാനത്തിന് ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. അപ്പം നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. കൈ നെഞ്ചെത്തിച്ച് പ്രാർത്ഥിച്ചേ, യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നെ സാക്ഷിയാക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരനുഭവം തന്നെ. നമ്മൾ ദൈവത്തോട് ചോദിക്കണത് എന്താണ്? ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അല്ലേ? ലുത്തീനിയായിൽ എന്താണ് നമ്മൾ പറയണത്? ഞങ്ങളെ മിശിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ
വെറുതെ ഇങ്ങനെ ഒരു ജന്മം മുഴുവൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സോഹ ഒരു പണി നടക്കത്തില്ല. ഇതിൻ്റെ വർക്ക് അതെങ്ങനെ അനുഗ്രഹിക്കണമെന്ന് അറിയണം. എന്തിനനുഗ്രഹിക്കണം, എങ്ങനെ അനുഗ്രഹിക്കണം, അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് അറിയേണ്ടത് കാര്യങ്ങൾ ചെയ്യാതെ അനുഗ്രഹിക്കണമേ ഈശോ കറണ്ട് വന്നില്ലല്ലോ എപ്പോൾ വരുമോ, KCB സമരമാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതും പിറക്കും പിച്ചിമ്പയും പറഞ്ഞിരിക്കുന്നവർക്ക് പറയേണ്ടത് 2 ചെമ്പരത്തിപ്പൂ കൂടി വെച്ചുകൊണ്ടിരുന്നാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയണത് നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്. പ്രഭാഷകനിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, പ്രഭാഷകൻ അപ്പോൾ 33:17 പ്രഭാഷകൻ 33:17 എന്താ പറയണത്? കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കുറേ ബാക്കിലായിരുന്നു, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എന്ത് പറ്റി, ഞാൻ മുമ്പിലെത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഈ സാക്ഷ്യം മുഴുവൻ പറയണത് കർത്താവിൻ്റെ വചനം അതല്ലേ. ഞാൻ കുറേ ബാക്കിലായിരുന്നു, എൻ്റെ റാങ്കിൽ ഞാൻ ബാക്കിലായിരുന്നു, എൻ്റെ മൊഡ്യൂൾസിൻ്റെ അകത്ത് ഞാൻ ബാക്കിലായിരുന്നു, എനിക്ക് സ്പീക്കിംഗ് കിട്ടിയില്ല, സ്പീക്കിംഗ് എനിക്ക് പറഞ്ഞിട്ട് ഒക്കണില്ല, എനിക്ക് ഭയങ്കര വിറയലാണ് പറയുമ്പോൾ, എനിക്ക് റീഡിങ് ശരിയാകുന്നില്ല, പറയുമ്പോൾ തപ്പിപ്പോകുന്നു, ഞാൻ ബാക്കിലാണ്. അനുഗ്രഹം നമ്മളെ മുമ്പിലാക്കും. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം നമ്മളെ മുൻപിലാക്കും. അതാ സംഭവം. അപ്പം നീ പുറകിൽ കിടക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ, പഠിച്ചിട്ട് മനസ്സിലാവണില്ല, പരീക്ഷ വരുമ്പോൾ പെർപ്ലക്സ് ആകുന്ന പല കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് നീ പുറകിലാണ് എന്ന് വിചാരിച്ചോ. അപ്പോഴേ ഏത് വിഷയമായാലും, ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താണ്, അവർ ഉടമ്പടി എടുത്തു, പക്ഷേ വൈദ്യശാസ്ത്രം പറയണത് എന്താണ്, ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതിന്, പക്ഷെ അത് EG ഓക്കെ ആകണം. പക്ഷേ EG ഓക്കെ ആയാൽ പിന്നെ ഓപ്പറേഷൻ്റെ ആവശ്യം പോലും ഉണ്ടാകത്തില്ല, ഇവൻ പിന്നെ ഒരിക്കലും വീഴത്തില്ലെന്ന് പറയും. പക്ഷേ EG ഓക്കെ ആകണില്ല. അപ്പം അത് കൊണ്ട് എന്ത് ചെയ്യും അവർ ഒരു ഷെയർ ചെയ്യും. ആ സമയത്ത് അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് ലിങ്ക് കണ്ടപ്പോൾ കുറേ സാക്ഷ്യങ്ങൾ, കാര്യം കോവിഡിൻ്റെ സമയം 500 ദിവസം അടച്ചിട്ട കാലത്ത് പോലും 1000 സാക്ഷ്യം നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചിരിക്കുക, ഒരു ശുശ്രൂഷ ഇവിടെ ഇല്ല, സ്റ്റാഫ് എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാഫിന് ശുശ്രൂഷകളുള്ള കാരണം, ഓൺലൈൻ ശുശ്രൂഷ ഒത്തിരി ഉള്ള കാരണം എല്ലാ ദിവസവും സാക്ഷിയുണ്ട്. 65 ലക്ഷത്തോളം രൂപ ആ 2 കൊല്ലം ചിലവായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ കർത്താവിൻ്റെ ജോലി മുടങ്ങിയിട്ടില്ല, കർത്താവിൻ്റെ ശുശ്രൂഷ മുടങ്ങിയിട്ടില്ല. സ്വസ്ത്ര കാഴ്ചയെടുക്കാനില്ലല്ലോ, അതുകൊണ്ട് കടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാതിരുന്നിട്ടില്ല. അത് കാരണം എന്ത് ചെയ്ത്, കർത്താവ് ഓൺലൈനായിട്ട് ഇൻ്റർനാഷണൽ എല്ലാവരും അനുഗ്രഹിച്ചവരെല്ലാവരും നമുക്ക് സാക്ഷ്യം അയച്ചു തന്നു ഓൺലൈനിൽ. അതായത് നമ്മളെപ്പോഴും ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവം നമ്മളെ പരീക്ഷിക്കട്ടെ, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്. യു ഗോട്ട് ദ പോയിൻറ്റ്. ആൾക്കാർക്ക് എപ്പോഴും പിന്നിൽ പോകാനൊരു കാരണം അതാണ്. ദൈവത്തെ നമ്മളെ പരീക്ഷിക്കാം, പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ ദൈവം പരീക്ഷിക്കണത് എന്തിനാണ്? ദൈവം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. അത് അറിയണമെങ്കിലേ നമ്മുടെ ജൂഡിറ്റിൻ്റെ ലേഖനമില്ലേ, ജൂഡിറ്റിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 27-ാമത്തെ വാക്യം, അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. അതാണ് വിഷയം. ദാറ്റ്സ് മൈ പോയിന്റ്. ഇപ്പം നമുക്ക് ദൈവമായിട്ടൊരു അടുപ്പമുണ്ടെന്ന് വിചാരിച്ചോ, ദൈവത്തിൻ്റെ അടുപ്പെങ്കിലും നമുക്ക് ചില കഷ്ടപ്പാടൊക്കെ വരുന്നു. അതെന്ന് പറയണത് എന്താ വെച്ചാൽ അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് അല്ലാതെ നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല. അത് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നീ വിശ്വാസിയായിരിക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്, കറക്ഷന് വേണ്ടി. കറക്ഷൻ തന്നെ നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. ഇത് ദൈവം എന്നും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ഹെബ്രായറിൻ്റെ 12:6 വായിക്കുമ്പോഴല്ലേ, ഹെബ്രായർ 12:6 ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ, നിങ്ങളായിട്ട് പറഞ്ഞേ, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളെ ശാസിക്കുന്നതിൻ്റെ ഉദ്ദേശം മക്കളെ വളർത്തുകയാണ്, അല്ലാതെ തളർത്തുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ
കർത്താവിനെ വളർത്താൻ പോകുന്നു എന്നുള്ള ബോധം ഉണ്ടായിരുന്നു നമുക്ക്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് നമ്മൾ വളർത്താൻ പോകുന്നു എന്നുള്ള